ഇസ്ലാമിക പ്രബോധകന്മാരും അത് മനസ്സിലാക്കണം. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പാത എന്ന് പറയുന്നത് ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ആളുകൾ നമ്മെ സ്വീകരിക്കുന്ന പാതയൊന്നുമല്ല. നല്ല ക്ഷമയും അപാരമായ സഹന ശക്തിയുമുള്ളവർക്ക് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ പിടിച്ചു നിൽക്കുവാനാവുകയുള്ളൂ. കാരണം 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെയോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയോ അല്ല നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം. അത് ആളുകളിൽ കാണുന്ന തിന്മകളെ എതിർക്കുമ്പോൾ സ്വാഭാവികമാണ് ആളുകൾക്കത് ഇഷ്ടാവില്ല. അവരിൽ നിന്ന് പലതും നമ്മൾ കേൾക്കേണ്ടി വരും. ഓ, ഇവനിപ്പോൾ എന്നെങ്ങനെയൊക്കെയായി, ഇവപ്പം എന്നോട് പറയാൻ മാത്രം ഇവൻ ആരാ, അല്ലെങ്കിൽ ഇവൾ ആരാ. നമ്മളൊരു നന്മ ഉപദേശിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും. ശാരീരിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുക്കളിലും ശരീരങ്ങളിലുമൊക്കെ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അതിൽ മാത്രാണോ? അല്ല. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ, വേദം നൽകപ്പെട്ടവരായ ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്ന മറ്റു ബഹുദൈവാരാധകരായ ആളുകളിൽ നിന്നും അദൻ കസീറാ, ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. എന്നിട്ടോ അത് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്നുള്ളതിൻ്റെ പേരിൽ എന്ന നിലയ്ക്ക് രംഗം വിട്ട് ഒളിച്ചോടാനല്ല അള്ളാഹു പറയുന്നത്. വഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? അതീവ സൂക്ഷ്മതയോടെ രംഗത്ത് ഇനിയും മുന്നേറാൻ സന്നദ്ധരാണോ? എങ്കിൽ അതാണ് ധീരമായ നടപടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് മുസ്ലിമീങ്ങളായി നമ്മൾ എന്തെല്ലാം കേൾക്കേണ്ടി വരുന്നുണ്ട്, ഏതെല്ലാം ദുരാരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നു. നാം ജനങ്ങളെ ലഹരി കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കൂട്ടുന്നുണ്ട് എന്ന് പറയുന്ന, നാർക്കോട്ടിക് നൽകിക്കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൂട്ടുന്ന ആളുകളാണെന്ന ആരോപണം നമ്മൾ കേൾക്കേണ്ടി വരുന്നില്ലേ? പ്രണയിച്ചു പെൺകുട്ടികളെ മതം മാറ്റുന്നവരാണെന്ന് കേൾക്കേണ്ടി വരുന്നില്ലേ? അതുപോലെ തന്നെ സമാധാനമില്ലായ്മയും രാജ്യത്തൊട്ടാകെ തീവ്രവാദവും അറുകൊലയും നിരപരാധികളെ കൊന്നു തള്ളുന്ന മതമാണ് ഇസ്ലാമും മുസ്ലിമീങ്ങളും എന്ന് പല ആളുകളും ധാരാളം വിധത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് നമ്മൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ധാരാളമായി കേൾക്കേണ്ടി വരുന്നില്ലേ? നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അപമാനിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുത്തുകളും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ധാരാളമായി കേൾക്കേണ്ടി വരുന്നില്ലേ? നമ്മുടെ മനസ്സുകൾ അപ്പോഴൊക്കെ വല്ലാതെ നോവുന്നുണ്ടല്ലേ, വേദനിക്കുന്നുണ്ടല്ലേ? സ്വാഭാവികമാണ്. ആ വേദനക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതേ അവസരത്തിൽ ഇതൊക്കെ കേൾക്കുന്ന ഒരു മതത്തിൽ ഇനി ഞാൻ നിൽക്കണ്ട, അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി ഇനി ഞാൻ ജീവിക്കണ്ട, അവരെയൊക്കെ തൃപ്തിപ്പെടുത്താനും അവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് നല്ലൊരു ഇമേജ് നിലനിർത്തുവാനും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കുറച്ചൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണയാണോ നമുക്കുള്ളതെങ്കിൽ നാം ഭീരുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരോടും അസമാധാനത്തിന് പോയിട്ടില്ല, ആരോടും അക്രമത്തിൻ്റെ പാത സ്വീകരിക്കുവാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമാധാനത്തിൻ്റെ മതം തന്നെയാണ്, സമാധാനത്തിൻ്റെ ഗ്രന്ഥമാണ് ഖുർആൻ, സമാധാനത്തിൻ്റെ ദൂതനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പല മേഖലകളിൽ നിന്നും കുപ്രചരണങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വന്നാലും ഭീരുക്കളാവരുത്. അപ്പോഴും ഇസ്ലാമിൻ്റെ തനതായ ശബ്ദം എന്താണെന്ന് ആത്മാർത്ഥമായി തന്നെ ഗുണകാംക്ഷയോടുകൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദുഷിച്ചതായ വാക്കുകളും അതുപോലെ തന്നെ വേദനയേറുന്ന വാക്കുകളും ആരിൽ നിന്നെങ്കിലും നമ്മൾ കേൾക്കേണ്ടി വന്നാൽ അതിനും പ്രതിഫലമുണ്ട് എന്നാണ്. ഇവിടെ അള്ളാഹു മഹാന്മാരായ ഈ ആളുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള വർത്തമാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമല്ലേ സൂചിപ്പിക്കുന്നത് ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്. എന്തുകൊണ്ട്? അവരെക്കുറിച്ച് നാടൊട്ടാകെ കള്ളപ്രചരണം ആളുകൾ നടത്തിയപ്പോൾ അവർ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അള്ളാഹ് കൂലി കൊടുക്കാതിരിക്കൊന്നുമില്ല. പരലോകം എന്ന് പറഞ്ഞാൽ നീതിയുടെ കോടതിയാണ്. ഇവിടെ മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിരപരാധി വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയുടെ പ്രതിഫലം അതിന് നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കാതിരിക്കൂല. അതാണ് നീതിയുടെ ലോകമാണ് പരലോകം. ഫലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്.
പാപമോചനം മാത്രാണോ? വരിസുഖുൻ കരീം, മാന്യമായ ഉപജീവനമുണ്ട്. ഐ ഇൻദല്ലാഹ് ഫീ ജന്നാത്തിൻ നഈം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കേട്ടതിനും ഈ അപവാദ പ്രചരണങ്ങളൊക്കെ കേട്ട് സഹിച്ചില്ലേ, ക്ഷമിച്ചില്ലേ? ഇവർക്കൊക്കെ സ്വർഗമുണ്ട്, അവർക്ക് പാപമോചനമുണ്ട്, അതോടൊപ്പം വരിസുഖുൻ കരീം, അതായത് ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ, ഫീ ജന്നാത്തിൻ നഈം, സുഖലോലുപതയുടെ സ്വർഗങ്ങളിൽ അവർക്ക് ഉന്നതമായ ഉപജീവനമുണ്ട്. ഇപ്പൊ സ്വർഗത്തിൽ ഉന്നത പദവി ഉണ്ട് അവർക്ക്. അപ്പൊ ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, വഫീഹി, ഈ ആയത്തിൽ തന്നെ ഒരു വഅദുൻ, ഒരു വാഗ്ദത്തമുണ്ട്. അതെന്താ? ബി അൻ തകൂന സൗജത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്ന. ഈ ആരോപണത്തിന് വിധേയയായ ആയിഷുമ്മ ബീവി സ്വർഗത്തിലാണ്. ആ വിധേയയായ ആയിഷുമ്മ ബീവി സ്വർഗത്തിലാണ് എന്ന് ഇപ്പൊ ഈ ആയത്തിൽ സൂചന കിട്ടിയില്ലേ? ആരെക്കുറിച്ചാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ, സഫ്വാൻ റളിയല്ലാഹു അൻഹു, അവരെ കുറിച്ചൊക്കെ അല്ലേ പറഞ്ഞത്, അവരൊക്കെയല്ലേ വേദനിച്ചത്. ഇവർക്കൊക്കെ സ്വർഗമുണ്ട് എന്നുകൂടി ഇതിൽ ഒരു സൂചനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഈ കേട്ട ആശയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലെത്തി ചിന്തിക്കുക. ശുദ്ധ ഖുർആനിൻ്റെ ഏതൊരു വിധത്തിലുള്ള അധ്യാപനങ്ങളും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അതവർക്ക് എപ്പോഴും നന്മയായിട്ടേ കലാശിക്കുകയുള്ളൂ എന്ന ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ സന്ദേശമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.